കാതൽ ദേശം എന്ന സിനിമയുടെ നായകവേഷം ചെയ്ത് തൊണ്ണൂറുകളിൽ തരംഗമായി നിന്ന താരമായിരുന്നു അബാസ്. 2015 ശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും ടോയ്ലറ്റ് ക്ലീനർ ഹാർപ്പിക്കിന്റെ വൈറൽ പരസ്യത്തിലൂടെ ഇപ്പോഴും ആരാധകരുടെ സ്വീകരണ മുറികളിൽ ഇടയ്ക്കിടെ വന്നു പോകാറുണ്ട് താരം. അതിനാൽ തന്നെ ഇന്നും അന്നും 25-കാരൻ അബാസിന്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു പോയനാണ്. 50-ൽ എത്തി നിൽക്കുന്ന താരം ന്യൂസിലാൻഡിൽ സെറ്റിലായിരിക്കുകയാണിപ്പോൾ. ലൈംലൈറ്റിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് നോർമൽ ലൈഫ് ആസ്വദിക്കാൻ സാധിക്കുന്ന തൃപ്തിയിലാണ് താരം. എന്നാൽ നടനെക്കുറിച്ച് അടുത്തിടെ ചില വാർത്തകൾ പ്രചരിക്കുന്നു. സിനിമയും വരുമാനവുമില്ലാത്ത അബാസ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നായിരുന്നു വാർത്ത. ഇപ്പോഴിതാ അന്ന് പ്രചരിച്ച വാർത്തകളെ സത്യാവസ്ഥ താരം തന്നെ വെളിപ്പെടുത്തുന്നു. ന്യൂസിലാൻഡിൽ സെറ്റിലാണ്, ഗവൺമെന്റിന് വേണ്ടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ എന്ത് ജോലിയാണെന്ന് വെളിപ്പെടുത്താനാവില്ല. ഇതിനു മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തത്. ഫ്രീ ടൈമിൽ ബൈക്ക് റൈഡിംഗ് ആണ് താല്പര്യം. എനിക്ക് പെട്രോൾ പമ്പിലാണ് ജോലിയെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കൊരു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അബ്ബാസ് പാവം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എന്ന തലത്തിലേക്ക് വരെ അത് എത്തി. ന്യൂസിലാൻഡിലേക്ക് ആദ്യം വന്ന സമയത്ത് ഒരു ബിസിനസ് എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. ഒടുവിൽ സിനിമാ ജീവിതവും ഈ അനുഭവങ്ങൾ ഉപകാരപ്പെടുത്തുമെന്ന് കരുതി. അതിൻ്റെ ഭാഗമായി വീടിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ ജോലി കയറി. 10 ദിവസം ജോലി ചെയ്തു. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നും ആ ജോലി ഇല്ലാത്ത കൊണ്ട് പിന്നെ പോയില്ല. അതിനുശേഷം വേറെയും നിരവധി ജോലികൾ ചെയ്തു. ഇന്ത്യയിൽ ഇതൊന്നും പരീക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടില്ല. അഥവാ ചെയ്യാൻ ശ്രമിച്ചാലും ആളുകൾ പറയും ഭ്രാന്താണെന്ന്. ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇവിടുണ്ട്, ഇന്ത്യയിൽ അതില്ല. ബൈക്ക് മെക്കാനിക്കായും കൺസ്ട്രക്ഷൻ വർക്കിനും കോൾ സെൻറ്ററിലായി ജോലി ചെയ്തു. ഇന്ത്യയിൽ 2 ബിസിനസ് എനിക്കുണ്ട്. ഏത് ജോലി ചെയ്യാനും എനിക്ക് മടിയില്ല. എല്ലാം ഒരു അനുഭവമാണെന്ന് കാണുന്നതെന്ന് അബ്ബാസ് പറയുന്നു. ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന സിനിമാ സൗഹൃദങ്ങളെക്കുറിച്ച് നടൻ മനസ്സ് തുറന്നു. എനിക്കൊപ്പം അഭിനയിച്ച എല്ലാ നായികമാരെയും എനിക്കിഷ്ടമാണ്. ഒരാളുടെ പേര് മാത്രം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. എല്ലാവരുമായി ക്ലോസ് ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. ഏറ്റവും അധികം ഞാൻ സ്പോയിൽ ചെയ്യുന്ന സൗഹൃദം ആരുമായി ഉള്ളതെന്ന് ചോദിച്ചാൽ രംഭയാണെന്ന് പറയേണ്ടി വരും. സെറ്റിൽ ഒരുമിച്ചുണ്ടാകുമ്പോഴെല്ലാം രംഭ ഞാൻ ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു.